നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തിൽ നിന്ന് അകലുന്ന അനുഭവമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലയളവിലാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇടത് ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ജനങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയുന്നത്? അതിന് നമ്മുടെ എന്തെങ്കിലും വീഴ്ചകൾ നിമിത്തമായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിന്റെ വിശകലനത്തിലെ ഒരു ഭാഗമാണിത്. ഭരണവിരുദ്ധ വികാരം എന്ന പ്രതിപക്ഷാഖ്യാനത്തിന് നമ്മുടെ വീഴ്ചകൾ കാരണമായിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇതുവരെ പുറത്തുവന്ന CPM നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള വിശകലനങ്ങളിൽ കാമ്പുള്ളതാണ് ഐസക്കിൻ്റേത്. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളും CPM പരിഗണിക്കുമോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി KA ഷഫീഖ് എന്നിവർ. ആദ്യം PK ഗോപൻ. ഗോപൻ, ഇവിടെ തോമസ് ഐസക് രണ്ട് കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്, ചോദ്യരൂപേണ അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒന്ന്, ഇത്രയധികം ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തി എന്ന് അവകാശപ്പെടുകയും അത് ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്ത ഒരു സർക്കാരിനെ കുറിച്ച് ഭരണവിരുദ്ധ വികാരം എന്ന പ്രതിപക്ഷാഖ്യാനം ജനങ്ങളെ സ്വാധീനിച്ചത് എങ്ങനെയാണ് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇടത് ഹിന്ദുത്വ എന്ന ആഖ്യാനത്തിൽ ചിലർ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ വീഴ്ച ഉണ്ടോ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നു. ഒരുപക്ഷെ ഇതുവരെ പുറത്തു വന്ന ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള വിശകലനങ്ങളിൽ കുറെ കൂടി ആഴത്തിലുള്ള ഒന്നാണ്. അത് സ്വയം വിമർശനാത്മകമാണ്, സ്വയം വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. ആ ചോദ്യങ്ങൾക്ക് പാർട്ടി മറുപടി കണ്ടെത്തണ്ടേ? അതെ അതെ ഡോക്ടർ തോമസ് ഐസക്ക് വളരെ സൂക്ഷ്മതലത്തിൽ അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നത്, ഒന്ന് പ്രായോഗിക രാഷ്ട്രീയക്കാരൻ എന്ന ഒരു തലം അദ്ദേഹത്തിലുണ്ട്, അതോടൊപ്പം തന്നെ ഒരു സൈദ്ധാന്തികൻ എന്ന തലവും പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നത് മാത്രമല്ല, ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ കൂടിയാണ് അദ്ദേഹം. അതുപോലെ കേരളത്തിലെ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് സഖാവ് EMS ആണെങ്കിലും അതിൻ്റെ മുന്നണി പടയാളിയായി ഒരുപക്ഷെ പടനായകനായിട്ട് തന്നെ നിന്നത് ഡോക്ടർ തോമസ് ഐസക്കാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശകലനം എപ്പോഴും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ വിലമതിപ്പ് നൽകുന്ന ഒന്നാണ്. മറ്റുള്ള രാഷ്ട്രീയ നേതൃത്വം, CPIMൻ്റെയും CPIയുടെയൊക്കെ സംസ്ഥാന സെക്രട്ടറിമാർ, മറ്റ് നേതൃത്വമൊക്കെ തെരഞ്ഞെടുപ്പ് വിശകലനം ഒരു രാഷ്ട്രീയ പരിശോധനയുടെ ഭാഗമായിട്ട് പറയാൻ കൂടുതൽ മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് താഴെത്തട്ടിലുള്ള പരിശോധനകൾ നടത്തി വോട്ടിൻ്റെ പെർസെൻറ്റേജും കണക്കുകളും സീറ്റിൻ്റെ എണ്ണവും എല്ലാം പരിശോധിച്ച് അതിലൂടെ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഒരു പാർട്ടി ഘടകങ്ങളുടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ആ പാർട്ടി സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഘടകങ്ങളുടെ വിശകലനത്തിന് വിധേയമായിട്ടാണ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുക. പക്ഷേ ഡോക്ടർ തോമസ് ഐസക്ക് ഒരു സാമൂഹിക വിശകലന വിദഗ്ധൻ എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്, എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും അത് ജനങ്ങളിൽ എത്താൻ കഴിയാതെ പോകുന്നത്, മറ്റു പല നരേറ്റീവുകൾക്കും പ്രാധാന്യം ലഭിക്കുന്നത് എന്നുള്ള ചോദ്യം കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ പോലെ സൈദ്ധാന്തികൻ മാത്രമല്ല, സാധാരണ മനുഷ്യരിലും മറ്റ് ചിലരിലാണെങ്കിൽ അത് വേറെ വ്യത്യസ്ത ഭാഷയിലൊക്കെ ആയിരിക്കും ഇന്നലെയൊക്കെ അത് വന്നല്ലോ പുറപ്പെടുന്നത്. പക്ഷേ ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞ പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമോ ഇന്നോ ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞൊരു വാചകം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്രയും കൂടുതൽ വെറുക്കപ്പെട്ടൊരു സർക്കാരില്ല എന്നുള്ളത്. അപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാദം കേട്ടാൽ തോന്നും. 5 വർഷം കേരളത്തിൽ കഴിഞ്ഞിട്ടൊരു അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നതാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് LDFന് വർദ്ധിച്ച മുൻകൈ ലഭിക്കുന്നത്. 100 സീറ്റിനടുത്തേക്ക് അത് എത്തുന്നത് അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വലിയ സീറ്റ് കൂടുതൽ കിട്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വെറുക്കപ്പെട്ട സർക്കാരല്ല ഉള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സർക്കാരിനെക്കുറിച്ചായിരിക്കും KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടാവുക. അത് മാത്രവുമല്ല, അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതല്ല ഞാൻ പറഞ്ഞത്, 5 വർഷത്തതാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അതിലൊരു കഴമ്പുണ്ട്. 10 വർഷമെന്ന് പറയുമ്പോൾ 5 വർഷത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിൽ. ആ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വലിയ തോതിൽ ഒരു ഗവൺമെൻറ് 2ാം വട്ടം കേരളത്തിൽ അംഗീകരിച്ചു. അത് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ഞെട്ടലോടെ മനസ്സിലാക്കുകയും
മൂന്നാമതൊരു ഭരണം വരാതിരിക്കാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയം വികസനത്തിൽ തളച്ചിടേണ്ടതില്ല എന്നവർ തീരുമാനിക്കുകയും ചെയ്തു. BJPയും കോൺഗ്രസും വികസനത്തെക്കുറിച്ച് പറയാതെ വികസനം തടസ്സപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് വന്നു. ഇപ്പം ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ വന്നാൽ ഇല്ലാതാക്കും, നാഷണൽ ഹൈവേ നടത്താൻ സമ്മതിക്കില്ല, 2000 രൂപ പെൻഷൻ കൊടുത്തപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് മര്യാദകേട് കാണിക്കരുത് സർക്കാർ. ഇങ്ങനെ വികസന പ്രവർത്തനങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും അവർ കടന്നാക്രമിക്കാൻ തുടങ്ങി. അതാണ് കേരളത്തിലെ ജനങ്ങളെ LDFന് അനുകൂലമായി നിർത്തുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ പൊളിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ നരേറ്റീവ്സ് വർഗീയതയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ളത്. സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ അങ്ങനെ അത് മര്യാദകേട് കാണിക്കരുതെന്ന് പറയുമ്പോൾ ജനം എന്താ കരുതുക? ഞങ്ങൾക്ക് പണം നൽകുന്നതിനെ കോൺഗ്രസ് എതിർക്കുകയാണ്, എന്നാൽ അവർക്ക് വോട്ട് ചെയ്തുക എന്ന് നാട്ടുകാർ തീരുമാനിച്ചോ? മറ്റൊന്ന്, ഹൈവേ പണിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം പിന്തുണച്ചോ? അല്ല, അതെങ്ങനെയാണ് അങ്ങനെ ഒരു ആഖ്യാനം സൃഷ്ടിച്ചാൽ അതിന് ജനം എങ്ങനെയാണ് പിന്തുണയ്ക്കുക? അപ്പോൾ എവിടെയല്ലേ അല്ല പറഞ്ഞ് അതെ ഇതെന്താ മാഷായി പറഞ്ഞിട്ടുണ്ടെങ്കിലെന്നോ? കേരളത്തിലെ പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അവരതിനെ എല്ലാം എതിർത്ത കാര്യങ്ങൾ നിങ്ങളുടെ ചാനൽ പോലും കഷ്ടിച്ചാണെങ്കിലും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അവരെ അതിനെല്ലാം പരസ്യമായിട്ട് എതിർക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വികസനത്തെ എതിർത്തുകൊണ്ട് നിന്ന ഒരാൾക്ക് ഈ പെൻഷന്റെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞിട്ടില്ലെന്ന് അങ്ങ് വാദിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അതല്ല എന്റെ ചോദ്യം. അയാൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല എന്റെ ചോദ്യം. അങ്ങനെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ PK ഗോപൻ, ജനങ്ങൾ അത് കേൾക്കുകയാണ്. അതായത് ജനങ്ങൾക്ക് പണം കൊടുക്കുന്ന, ജനങ്ങളുടെ ക്ഷേമ പദ്ധതിക്ക് വേണ്ടി പണം കൊടുക്കുന്ന ഒരു സർക്കാരിനെ മര്യാദകേട് കാണിക്കരുതെന്ന് പറഞ്ഞാൽ അവർക്ക് പോയി ജനം വോട്ട് ചെയ്യുമോ? ഞങ്ങൾ ഹൈവേ പണിയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിന് ആളുകൾ വോട്ട് ചെയ്യൂ? അതിലേക്കല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ വർത്തമാനത്തിൻ്റെ അടുത്ത സ്റ്റേജ് അതാണ്, അല്ലാതെ മറ്റേതല്ല. അത് വികസന പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് നിലപാടെടുത്തവരാണവർ. അപ്പോൾ അതാണ് ഡോക്ടർ തോമസ് ഐസക് ചോദിച്ചത്. ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വോട്ടിംഗ് പാറ്റേണിൽ അത് പ്രതിഫലിച്ചില്ല എന്നുള്ളതാണ്. അതിലേക്കാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ അതിന് UDF കണ്ടെത്തിയ മാർഗം എന്താ? UDF കണ്ടെത്തിയ മാർഗം കേരളത്തിലും ഇന്ത്യയിലും ഇപ്പോൾ ഏറ്റവും ശക്തമായി ഇന്ത്യ രാജ്യത്ത് ഹിന്ദു വർഗീയതയ്ക്കെതിരായി പ്രത്യയശാസ്ത്രപരമായും പ്രായോഗികമായും നിലപാട് സ്വീകരിക്കുന്ന ആരാ? ഇപ്പോൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള തർക്കം, കോൺഗ്രസിന് അധികാരത്തിൽ വരണം, BJPയെ സംബന്ധിച്ച് കോൺഗ്രസിനെ അധികാരത്തിലേറ്റരുത്. ഈ രാഷ്ട്രീയ തർക്കം മാത്രം, പ്രത്യയശാസ്ത്ര തർക്കമില്ല. അതുകൊണ്ടാണ് BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ വർഷം ചേർന്നിട്ട് ഇന്ത്യയിലെ ഒന്നാമത്തെ ശത്രു, അവരെ സംബന്ധിച്ച് എത്രയോ ചെറിയ പാർട്ടിയാണ് CPM ആണെന്ന് അവർ പ്രഖ്യാപിച്ചത്. അവർക്ക് CPM ആണ് ഒന്നാമത്തെ ശത്രു. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ ജമായത്തെ ഇസ്ലാമിക്കെതിരായിട്ട് BJP സ്ഥാനാർത്ഥി നിർത്തിയില്ല. അവിടെ CPIMന്റെ മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ BJP സ്ഥാനാർത്ഥി അവരെ നിർത്തിയില്ല. അപ്പോൾ അവർക്ക് ഇസ്ലാമിന്റെ പ്രശ്നമല്ല അതിനകത്തുള്ള, അത് രണ്ടാമതൊരു കൈകാര്യം ചെയ്തോളും. അവരെ സംബന്ധിച്ച് പ്രധാനം രാഷ്ട്രീയ ശത്രു എന്നുള്ളത് CPIM ആണ്. അങ്ങനെ രാജ്യത്ത് BJPക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ മൃദു ഹിന്ദുത്വത്തിന്റെ പേരിൽ ആക്രമിക്കുന്നതിന്റെ യുക്തി എന്താണ്? ഒന്ന്. രണ്ട്, ഇസ്ലാമിനെ, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് എത്രയോ കാര്യങ്ങളിൽ, ബാബറി മസ്ജിദ് ഇഷ്യൂ ആയിക്കൊള്ളട്ടെ, അതിനുശേഷം വന്ന ഒരുപാട് സംഭവവികാസങ്ങളായിക്കൊള്ളട്ടെ, ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് BJP 10, 11, 12 ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ പാർലമെന്റിൽ നടത്തിയ പ്രതിഷേധങ്ങളായിക്കൊള്ളട്ടെ, പാലസ്തീൻ പ്രശ്നത്തിൽ LDF അല്ലെങ്കിൽ CPIM എടുത്ത നിലപാടായിക്കൊള്ളട്ടെ, അതെല്ലാം ഇസ്ലാമിക വർഗീയതയ്ക്കപ്പുറത്ത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുക, അതോടൊപ്പം ഇസ്ലാമിക വർഗീയത, തീവ്ര വർഗീയത, RSSനെ എതിർക്കുന്നത് പോലെ അത്രയും വലിയ അപകടം ഇന്ത്യയിൽ വരുത്തിവെക്കില്ലെങ്കിലും ഇസ്ലാമിക വർഗീയതയും ചേർക്കപ്പെടേണ്ടതാണ്. ഇങ്ങനൊരു സെക്യുലർ സമീപനം എടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണ് ന്യൂനപക്ഷങ്ങളുടെ തെറ്റിദ്ധാരണ പരത്തുന്ന വിശകലനങ്ങളും വിശദീകരണങ്ങളുമായി വലതുപക്ഷ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു തരത്തിൽ കുറച്ചത് കേരളത്തിൽ ഇപ്പോൾ ക്ലച്ച് പിടിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതാണ് തോമസ് ഐസക് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. തോമസ് ഐസക് ചോദിക്കുന്നത് ഇടത് ഹിന്ദുത്വം എന്ന ആഖ്യാനം, ഒരു നിമിഷം PK ഗോപൻ, ഇടത് ഹിന്ദുത്വം എന്ന ആഖ്യാനത്തെ അദ്ദേഹം ഓൺ ചെയ്യുന്നില്ല. ആ ആഖ്യാനത്തിൽ ജനങ്ങൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ്. അതായത് അങ്ങനെ ഒരു ആഖ്യാനം നടത്താനിടയായ സാഹചര്യം പാർട്ടിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ, സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ, അതവർക്ക് ഗുണകരമായിട്ടുണ്ടോ, അങ്ങനെ ഒരു ആഖ്യാനം ചമയ്ക്കാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ശരിക്കും അതാണ്. അത് ഞാനിപ്പോൾ മറുപടി പറയുമ്പോൾ CPIMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വ ഘടകങ്ങൾ കൂടി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രശ്നം മാത്രമല്ല, കേരളീയ സമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണാജനകമായ ഏതെങ്കിലും കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ ആരെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്.
പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളതല്ല, പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമത്തെ എങ്ങനെ ചെറുക്കണമെന്നുള്ളത് പാർട്ടി കൂട്ടായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ചില 1-2 സംഭവവികാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് വിശദമായി പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഡോക്ടർ തോമസ് ഐസക് ചോദിച്ചതുപോലെ ആരിലെങ്കിലും അങ്ങനെ ഒരു തെറ്റായ ധാരണ എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണ പടർന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നം തന്നെയാണ്. ശരി, ശ്രീ അനിൽ ബോസ്, ഇവിടെ ഭരണവിരുദ്ധ വികാരം എന്ന പ്രതിപക്ഷാഖ്യാനത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ട്രാഫിക് കിട്ടി എന്നാണ് ഐസക് പറയുന്നതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് സർക്കാർ കടം വാങ്ങിപ്പോലും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സർക്കാരാണിത്. ഹൈവേ പണിയുന്നു, റോഡ് പണിയുന്നു, സ്കൂൾ ബിൽഡിംഗ് പണിയുന്നു, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളോട് പറയുന്നു, ജനങ്ങളോട് പറയാൻ വേണ്ടി ജനസമ്പർക്ക പരിപാടികൾ നടത്തുന്നു. എന്നിട്ടും ഇതൊരു മോശം സർക്കാരാണ് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. അതിൽ ജനങ്ങൾ പെട്ടുപോയി. അവിടെ നമുക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് ഐസക് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ ആഖ്യാനത്തിൽ ജനങ്ങൾ വഴിതെറ്റിയതാണോ? അല്ല, CPM ഇങ്ങനെ തന്നെ ചർച്ചകളിൽ പങ്കെടുക്കണം. അവർ തുടരുന്ന ഈ സമീപനം തന്നെ തുടർന്ന് മുന്നോട്ട് പോകണം. ഇന്നലകളിൽ ചെയ്തത് തന്നെ വീണ്ടും തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ നിന്നും മാറി ഒരു CPMകാരനും ചർച്ചയിൽ സംസാരിക്കാൻ പാടില്ല. കാരണം ഇതേ നിലയിലൊരു കേഡർ സിസ്റ്റത്തിൽ ഈ ശൈലിയുമായി ഇവർ മുന്നോട്ട് പോയാൽ മതി, ബാക്കി കാര്യങ്ങൾ കൂടി തീരുമാനമാകും. നമ്മൾ കാണേണ്ടത് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ BJP ചാനൽ അവതാരകർ, നമുക്കപ്പുറം ഒരു തലമുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്. നിത്യജീവിതത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് എൻ്റെ പൊന്നജിംസെ. ഇവരെത്ര പറഞ്ഞാലും ഇവർ സമ്മതിക്കില്ല. പല ചർച്ചകളിലും പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചത്ത കോഴിയെ പറപ്പിക്കാൻ മടിയില്ലാത്ത ആളുകളാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇവരൊരിക്കലും യാഥാർത്ഥ്യത്തിലേക്ക് വരില്ല. വരാണമെങ്കിൽ 10, 15, 20 വർഷവും കഴിഞ്ഞിട്ട് അവരത് സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ളൊരു രീതിയാണ്. നമ്മൾ വലിയ കാര്യത്തിലേക്ക് എന്തിനാണ് പോകുന്നത്? നമ്മൾ വീട്ടിൽ വാങ്ങുന്ന തേങ്ങ എണ്ണം നോക്കി വാങ്ങിയിരുന്നത് ഇപ്പോൾ വാങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ നിത്യവും ഉപയോഗിക്കുന്ന, പുലർന്നാൽ പുലർച്ചെ കുളിക്കാൻ മുതൽ കഴിക്കുന്നതടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വിനിയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ വില എത്രയാണ്? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില എത്രയാണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം 9.5 വർഷക്കാലം കാലിയായി കിടന്ന സപ്ലൈകോയിൽ സാധനം കുത്തി നിറച്ചാൽ അത് മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കുണ്ടെന്നേ. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. അടുക്കളയിൽ തുടങ്ങുന്ന നിത്യദുഃഖം 3 നേരം കഴിച്ചിരുന്നവർ പുതിയ കാല ജീവിതശൈലിയുടെ ഭാഗമായി ദുരഭിമാനത്തിൻ്റെ പേരിൽ ഒരു നേരം ഒഴിവാക്കി മുണ്ട് മുറുക്കി ഉടുക്കുന്നത് കാണാൻ ജനപ്രതിനിധികൾക്ക് കഴിയണം, ഭരണാധികാരികൾക്ക് കഴിയണം, പൊതുപ്രവർത്തകർക്ക് കഴിയണം, രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയണം. നമുക്ക് പാർട്ടി സ്നേഹമാകാം, പക്ഷെ പാർട്ടി ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തി. ഈ പ്രശ്നങ്ങൾക്കിടെയാണ്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കേരളം അതീവ ദാരിദ്ര്യമുക്തമാണെന്ന് ഈ സർക്കാർ പ്രഖ്യാപിച്ചത്. അങ്ങ് പറയുന്നത് മറ്റൊരു കഥയാണ്, മറ്റൊരു ആഖ്യാനമാണ്. അല്ല, ഈ അതീവ ദാരിദ്ര്യ മുക്തിയുള്ള സ്ഥലമെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് അജിംസ് യോജിക്കുന്നുണ്ടോ? ഞാൻ പോട്ടെ, താങ്കൾക്ക് യോജിക്കാൻ കഴിയുമോ? താങ്കൾക്ക് യോജിക്കാൻ കഴിയുമോ? ഇവിടെ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് താങ്കൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? കോൺഗ്രസ് അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് പോട്ടെ, താങ്കൾ എന്തായാലും കോൺഗ്രസ് പാർട്ടിയുടെയോ ഭാരവാഹിയല്ലല്ലോ. നമുക്ക് ആളുകളുടെ മുന്നിൽ PR വർക്ക്, എക്സർസൈസ് അതൊക്കെ ചെയ്യാൻ പറ്റും. അത് ഇന്ത്യയിലെ ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട്, കേരളത്തിലെ ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുണ്ട്, ചെറിയ നേതാക്കൾ തൊട്ട് വലിയ നേതാക്കൾ വരെ ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും PR വർക്ക് അനിവാര്യവുമാണ്. പക്ഷേ അത് മാത്രമാകരുത്. ജനങ്ങൾക്കത് ബോധ്യപ്പെടണം. ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കഴിഞ്ഞ 10-11 വർഷത്തിലേറെയായി കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചകളിൽ വന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ നയവും സമീപനവും പറയാൻ വരുന്നവരിൽ ഒരാളാണ്. എൻ്റെ ചോദ്യം അജിംസനോടക്കമാണ്, വിമർശനാത്മകമായി നമ്മൾ ഉൾപ്പെടെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഈ കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് ജനകീയ പ്രശ്നമാണ് ചാനൽ ചർച്ച ചെയ്തത്? ഏത് പൊതുസംവാദത്തിലാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്? മസാലക്കഥകൾക്ക് പുറകെ പോയിട്ടുണ്ട്, ദുർനടത്തത്തിനെതിരെ പോയിട്ടുണ്ട്. അത്തരം ചില വ്യക്തി കേന്ദ്രീകൃതമായ ചർച്ചകൾ, അതിൽ പോലും നിങ്ങളുണ്ടാക്കിയ പ്രൊപ്പഗൻഡ
ഒരു കോൺഗ്രസ് ജനപ്രതിനിധിയായി ഞങ്ങൾ പുറത്താക്കിയ ഒരാൾക്കെതിരെയുള്ള ചർച്ച വളരെ ലൈവായി നിൽക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ MLA ആയിരുന്ന ഒരാൾക്കെതിരെ ഉള്ളത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഒരു MLA ആയിരുന്ന ആൾക്കെതിരെയുള്ള കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അപ്പം ഇതൊന്നും ജനങ്ങളുടെ പ്രശ്നമല്ല. തെറ്റുകളെ എതിർക്കണം, തെറ്റുകളെ വിമർശിക്കണം. പക്ഷേ അതുമാത്രമാണ് ചർച്ചയെന്നും പ്രചരണമെന്നും വിചാരിച്ച് അതിൽ മയങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ്, അതിൽ അഭിരമിച്ചതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വന്ന തിരിച്ചടി. ജനങ്ങൾ പെയിൻഫുള്ളായ ഒരു ജീവിതം അനുദിനം തള്ളി നീക്കാൻ ശ്രമിക്കുന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുകയാണ്. നമ്മുടെ കുട്ടികൾ വിദ്യാസമ്പന്നരായി ഇവിടെ ഈ നാട്ടിൽ ജോലി ചെയ്യേണ്ട കുട്ടികൾ കൂട്ടത്തോടെ മറുരാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുകയാണ്. നിരവധി വീടുകൾ മാതാപിതാക്കൾ മാത്രം അവശേഷിക്കുന്ന, അല്ലെങ്കിൽ കാവലിന് വളർത്തുന്ന പട്ടി അവശേഷിക്കുന്ന നിലയിലേക്ക് വരാനിരിക്കുന്ന 10 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ബംഗാളികൾ, അവരെ ഞാൻ കുറച്ച് കാണുന്നില്ല, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തെ ആളുകളാണ്, അവരുടെ സാന്നിധ്യത്തിന് അത്രയും സാന്നിധ്യം പോലും ഇവിടെ ജനിച്ചു വളർന്നവരില്ലാത്തൊരു കാലത്തേക്കാണ്, ആ വലിയ രൂക്ഷമായ ഒരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാനഡയിലേക്ക്, ജർമ്മനിയിലേക്ക്, UK എന്തിന് നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പലായനം ചെയ്യപ്പെടുകയാണ്. പോയാൽ തിരിച്ചു വരുന്നില്ല, കാരണം അവർക്കിവിടെ സാധ്യതകളില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വിഷൻ, അതിനുവേണ്ടി എടുക്കുന്ന വായ്പ ഒന്നാലോചിച്ച് നോക്കി. ഈ കുട്ടികളെ വിദേശത്ത് വിടാനും പഠിപ്പിക്കാനും എടുക്കുന്ന വിദ്യാഭ്യാസ വായ്പകൾ, അതിൽ വരുന്ന ബാധ്യതകൾ, അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ആ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരുടെ അച്ഛന്മാരുടെ സങ്കടങ്ങൾ, ഇതൊക്കെ കാണണ്ടേ എൻ്റെ അജിംസെ? ഒരു രാഷ്ട്രീയ നേതൃത്വം ഇച്ഛാശക്തിയോടുകൂടി ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കണ്ടേ? ഇവരെന്താണ് അവതരിപ്പിക്കുന്നത്? ഇവർ കാണിച്ചു കൊടുക്കുന്നത് എന്താണ്? ഒരു ജോലിയും ചെയ്യാതെ മാസാമാസം പണം മേടിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നൽകുന്ന ഒരു സന്ദേശം നൽകുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ. മുഖ്യമന്ത്രിയുടെ മകനെതിരെ എൻഫോഴ്സ്മെൻറ്റ് നോട്ടീസ് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികത്തിലേക്ക് വരുന്നു. മുഖ്യമന്ത്രി നടത്തുന്ന കൊട്ടിഘോഷിക്കപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾക്കെതിരെ വരുന്നു. കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു. ഉയർന്നു വരുന്ന ഓരോ കാര്യങ്ങൾ. സാധാരണപ്പെട്ട വീട്ടമ്മമാർ, മലപ്പുറത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു വീട്ടമ്മ പോലീസ് സ്റ്റേഷനിൽ നീതി തേടി ചെന്നിട്ട് അവസാനം ഒരു കിടക്കയിൽ നിന്ന് എത്ര കിടക്കകളിലേക്ക് മാറേണ്ടി വന്നു? ഈ സിവിൽ സർവീസ് രംഗമെടുത്താൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എണ്ണണോ ഇവിടെ ഇരുന്നുകൊണ്ട്? ഈ നാട്ടിൽ സമാധാനപൂർണ്ണമായ ജീവിതം ഉറപ്പുവരുത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, IPSകാർ, അവരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ, കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ അനാശാസ്യകതകൾ, കേരളം മുഴുവൻ വിഴുപ്പലക്കൾ അലക്കുന്ന സ്ഥിതിയിലേക്ക് മാറുന്നത് പൊതുസമൂഹം കാണുകയല്ലേ? സങ്കടത്തോടു കൂടിയാണ്, സഹതപിക്കുകയാണ് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ഓർത്ത്. നടപടികളുണ്ടോ? ശരി, നീതിപൂർവമായ നടപടികളുണ്ടോ? ഒരു നീതി തേടി ഒരാൾക്ക് സ്റ്റേഷനിൽ ചെല്ലാൻ കഴിയുമോ? പിന്നെ കൊലക്കേസിൽ പ്രതിയായി ഒരാളുടെ ജീവൻ കവർന്നെടുക്കുന്നതിന് കാരണക്കാരാകുന്ന ആളുകൾ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ പോയി ഹർഷാരവത്തോടുകൂടി വരവേൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ധിക്കാര സമീപനത്തെ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കണോ? നിരവധി ആളുകളുടെ ജീവൻ കവർന്നെടുക്കുന്ന കൊലയാളികളെ മാലയിട്ട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം കഴിഞ്ഞ 9.5 വർഷമായി കേരളം കാണുകയാണ്. ഇവരെന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? ഞങ്ങൾ വോട്ട് ചെയ്തവരെല്ലാം കോൺഗ്രസ്സുകാർ മാത്രമാണെന്നാണോ ധരിച്ചു വച്ചിരിക്കുന്നത്? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വോട്ട് ചെയ്തവരെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്കാരാണെന്നാണോ ധരിച്ചു വച്ചിരിക്കുന്നത്? CPM പ്രതിനിധി അറിയാൻ പറയുകയാണ്, CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ജീവനോളം സ്നേഹിക്കുന്ന, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷോപലക്ഷം വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി പിടിക്കുന്ന ധീര സഖാക്കൾ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ ഈ പ്ലാറ്റ്ഫോമിൽ അഭിവാദ്യം ചെയ്യാണ്. ശരി അനിൽ ബോസ്, ഞങ്ങൾക്ക് ചരിത്രത്തിൽ ഇത്രയും വലിയ വിജയം കിട്ടിയിട്ടില്ല. പങ്കാളിത്തം മാർക്സിസ്റ്റ് പാർട്ടിയെ തിരുത്താൻ വേണ്ടിയുള്ള വോട്ട് കൂടിയുണ്ട്. ശരി, ശ്രീ K. ഷഫീഖ്, ഇവിടെ ഐസക് 2 വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് ഒരു സമഗ്രമായ വിശകലനമാണെന്നൊക്കെ പറയാൻ കഴിയില്ല. ഒന്ന്, ഭരണവിരുദ്ധ വികാരം എന്ന പ്രതിപക്ഷ ആഖ്യാനത്തിൽ ജനം പെട്ടുപോയി. മറ്റൊന്ന്, ഇടത് ഹിന്ദുത്വം എന്ന ആഖ്യാനത്തിൽ ചിലർ വഴിതെറ്റി. പക്ഷേ അപ്പോഴും ഐസക് സമർത്ഥമായി മറച്ചു വയ്ക്കുന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒന്ന് ശബരിമല എഫക്റ്റാണ്. അതേക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. ഇതിൽ ഇടത് ആഖ്യാനത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിൽ അങ്ങനെ CPM എന്ന് പറയുന്ന ഒരു ആദ്യത്തെ ശബ്ദമാണത്. ജിംസെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തുമ്പോൾ നമുക്കറിയാം, ഈ ഫലം ഏതെങ്കിലും ഒരു കാരണത്താലല്ല, പല കാരണങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒന്ന്, ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അത് പുലർത്തുന്ന സമീപനങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഈ ഐസക്കിൻ്റെ ഈ വിലയിരുത്തലിൽ വളരെ അതിൻ്റെ മറ്റൊരു വശം നമ്മൾ ആലോചിക്കും. അതിന് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ആരൊക്കെയോ ഉണ്ടാക്കിയ നരേഷനിൽ
ജനങ്ങൾ വഞ്ചിതരായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നമുക്കൊരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിക്കൊണ്ടും CPM യഥാർത്ഥ പ്രശ്നത്തിലേക്കല്ല പോകുന്നത്. ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട PK ഗോപൻ അടക്കം അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിഴലിച്ചു നിൽക്കുന്ന ഒരു കാര്യം, യഥാർത്ഥ പ്രശ്നത്തിലേക്ക് CPM പോകുന്നില്ല. അത് CPMന് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. CPMനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ ശൂന്യതയുള്ള ഒരു പാർട്ടിയല്ല. അതേസമയം അവരിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അവർ ഈ രീതി വീണ്ടും പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വിലയിരുത്തലിലെല്ലാം നമുക്ക് കാണാം, ഹിന്ദുത്വ ഇടതുപക്ഷം എന്ന് പറയുന്ന ആഖ്യാനത്തിൽ ആളുകൾ അകപ്പെട്ടു. ഇത് ആളുകൾ അകപ്പെട്ടതാണോ അതോ ഹിന്ദുത്വ ഇടതുപക്ഷം എന്ന ആഖ്യാനത്തിന്റെ സാഹചര്യം CPM സൃഷ്ടിച്ചു കൊടുത്തതാണോ? ഇതല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. CPM ഇത് സൃഷ്ടിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അത് പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ സന്ദർഭം ഉപയോഗിച്ചത്. ഇവിടെ PK ഗോപൻ പറഞ്ഞു, ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. നിങ്ങൾ ആ കാര്യം പോലും കേരളത്തിൽ ചർച്ചയ്ക്ക് വെച്ചില്ല. നിങ്ങളുടെ ഗവൺമെന്റ് നടത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ഞാൻ അതിന് വിമർശനങ്ങളുണ്ട്, രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. ഞാൻ അതിന് രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്ന ഒരാളാണ്. ശരിയുള്ളത് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ അതിലേക്ക് പോലും ചർച്ചയെ കൊണ്ടുപോകാതെ നിങ്ങൾ ചർച്ചയെ എവിടെയാണ് നിർത്തിയത്? കേരളത്തിൽ ഇല്ലാത്തൊരു ഭീതി ഉണ്ടാക്കുക. സംഘപരിവാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റും പിടിച്ചെടുത്തു കഴിഞ്ഞു. അത് രാമരാജ്യം തന്നെ പ്രഖ്യാപിച്ച് അതിന്റെ പതാക വരെ ഉയർത്തി കഴിഞ്ഞിരിക്കെ ഇന്ത്യയിലെ ഒരു സംഭവമല്ലാത്ത, ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു ഭീതി, ന്യൂനപക്ഷ തീവ്രവാദം, മുസ്ലിം തീവ്രവാദം, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്നു പറയുകയാണ്. ഇതുണ്ടാക്കുന്ന ധ്രുവീകരണത്തിലൂടെ വോട്ട് കിട്ടും എന്നാണ് CPM വിചാരിച്ചത്. ഇത് പരാജയപ്പെട്ടതാണ്. നിങ്ങൾ ഒരിക്കൽ പരാജയപ്പെട്ടാൽ തിരുത്തണ്ടേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണ് നിങ്ങൾ ഈ ക്യാമ്പയിൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നതാണ്. നമുക്കറിയാം, കോവിഡിന്റെ ഒരു പശ്ചാത്തലം അതിനുണ്ടായിരുന്നു. വീണ്ടും രാഷ്ട്രീയമായി നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഉപയോഗിച്ചു. ജനം അംഗീകരിച്ചോ? എവിടെയെങ്കിലും ജനം അംഗീകരിച്ചോ? നിങ്ങൾ അത് മനസ്സിലാക്കി തിരുത്താൻ സന്നദ്ധമായില്ല. അത് നിങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. വീണ്ടും എത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളിലെങ്കിലും ചർച്ച നിർത്തണ്ടേ? അതിലേക്ക് പോലും വരാൻ നിങ്ങൾ തന്നെ തയ്യാറായില്ല. കാരണം ഇവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ, ഇവിടെ ഗോപൻ പറഞ്ഞതിന്റെ ഒരു തിരുത്തുണ്ട്. അതായത് ഇവിടെ രാഷ്ട്രീയം പറയാത്തത് ആരാണ്? രാഷ്ട്രീയം പറയാത്തത് CPM ആണ്. നിങ്ങൾ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇലക്ഷൻ വിശാരദന്മാർ, അത്തരം PR ഏജൻസികൾ തയ്യാറാക്കുന്ന ഇലക്ഷൻ പ്രൊജക്റ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് സാമൂഹ്യ ധ്രുവീകരണം ഉണ്ടാക്കുക. ഇത് BJP ജയിച്ചല്ലോ, BJPയുടെ വിജയത്തിന് കാരണം ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ എന്നാ പിന്നെ ആ വഴി നമുക്ക് പോകാം എന്ന് നിങ്ങൾ സ്വീകരിക്കുന്നു. ഈ അപകടത്തിലേക്ക് നിങ്ങൾ സ്വയം എത്തിപ്പെട്ടു. അതുകൊണ്ടാണ് കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ട് നിങ്ങൾ തിരുത്തിയോ? അത് ചെയ്യാൻ പാടില്ല എന്നാണോ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ നാവിൽ സരസ്വതി വിളയാടുകയാണ്. അദ്ദേഹം മഹാനാണ്, അദ്ദേഹം തെറ്റുപറ്റാത്ത ആളാണ്. ആരാണ്? ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ കേരള തൊഗാഡിയ എന്ന് വിശേഷിപ്പിച്ചാൽ അദ്ദേഹം അന്ന് നിന്നിടത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ മാറി. വെള്ളാപ്പള്ളി നിന്നിടത്ത് തന്നെ നിന്നു വീണ്ടും വീണ്ടും വിദ്വേഷം പറയുന്നു. നിങ്ങൾ ആ വിദ്വേഷത്തെ സ്വീകരിക്കുകയും നോർമലൈസ് ചെയ്യുകയും അദ്ദേഹത്തെ മഹാനായി കാണുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ സ്വീകരിച്ച, CPM സ്വീകരിച്ച വളരെ അപകടകരമായ ഒരു ലൈനുണ്ട്. ഇത് ജനം തിരിച്ചറിയുന്നു. ഇതിനെ ആരും ആഖ്യാനത്തിൽ പെടുത്തുന്നതല്ല. ഇത് ജനം മനസ്സിലാക്കുന്നു. ഇത് കേരളത്തിന്റെ വഴിയല്ല. കേരളം ഇങ്ങനെ അല്ല സഞ്ചരിക്കേണ്ടത്. സമുദായങ്ങൾ തമ്മിൽ സംഘർഷം. നിങ്ങൾ ആലോചിച്ചു, 9.5 വർഷത്തെ ഇടതു ഭരണത്തെ വിലയിരുത്തുമ്പോൾ ഭരണവിരുദ്ധത ഉണ്ട്, നികുതി വർധനവുണ്ട്, വിലക്കയറ്റമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഞാൻ അതിൽ ഏറ്റവും ഗുരുതരമായി കാണുന്നത് കേരളത്തിന്റെ സാമൂഹ്യ ശരീരത്തിനുണ്ടായ ആഘാതമാണ്. ഒരുമിച്ച് ജീവിച്ചിരുന്ന ജനത, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്ന് പറയുന്ന വിഭജനം അതുണ്ടാക്കാൻ RSS ശ്രമിച്ചു. അതിന് നുണകൾ ഉണ്ടാക്കി. ലവ് ജിഹാദ് ഉണ്ടാക്കി, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടാക്കി, ലാൻഡ് ജിഹാദ് ഉണ്ടാക്കി. ഈ നുണകൾ തെറ്റാണെന്ന് നിങ്ങൾ പറയേണ്ട ഏറ്റവും ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനം ആരാ? ഇടതുപക്ഷമല്ലേ? നിങ്ങൾ അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് പറഞ്ഞവരെ എല്ലാം പിന്തുണച്ചു. അത് പറയുന്നവർക്കെല്ലാം മുന്നോട്ടു പോകാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി, കെട്ടഴിച്ചു വിട്ടു അവരെ. ഇങ്ങനെ കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭജനം ഉണ്ടാക്കുക, ഭീതി ഉണ്ടാക്കുക, ഭീതിയുടെ അടിസ്ഥാനത്തിൽ മൈനോറിറ്റി
എത്രത്തോളം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുന്നു, മുസ്ലിം ഉപമുഖ്യമന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന സംഘപരിവാറിന്റെ വാദം എത്ര ഇടതുപക്ഷ നേതാക്കന്മാരാണ് ഏറ്റുപറഞ്ഞത്? ഈ നരേഷൻ ആളുകൾക്ക് മനസ്സിലാകുന്നു, ലളിതമായി മനസ്സിലാകുന്നു. അത് ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. ഇതല്ല കേരളത്തിന്റെ വഴി. കേരളം ഗുരുവിന്റെ വഴിയാണ്. അതേപോലെ കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യങ്ങളുടെ വഴിയാണ്. അത് വിഭജനത്തിൻ്റെതല്ല, അത് ഭേദമില്ലാതെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അത്തരം വിദ്വേഷങ്ങൾ കത്തിക്കലല്ല വേണ്ടത്. സാഹോദര്യത്തിന്റെ ഒരു വഴി സ്വീകരിക്കണം എന്നും ജനം പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയണം. അതിന് ഒരുപാട് സമ്മേളനമൊന്നും കൂടേണ്ടതില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഞങ്ങൾ ഈ വഴി സ്വീകരിക്കാൻ പാടില്ല, ഞങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കേണ്ടവരല്ല, ഞങ്ങൾ ജനങ്ങളെ ഒരുമിപ്പിക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്താൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകടത്തിൽ നിന്ന് ഒഴിവാക്കും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണല്ലോ ഇത്. അജിം സേ, ഞാൻ ഒരു മിനിറ്റ് കൂടി ഇത് പറയുന്നത്. പക്ഷെ ആ നേട്ടം താൽക്കാലികമായി സാധാരണ കിട്ടാറുണ്ട്. നിങ്ങൾക്ക് ആ താൽക്കാലിക നേട്ടം കിട്ടുന്നില്ല. ആ നേട്ടം കിട്ടുന്നത് BJPക്കാണ്. BJPക്ക് ആ നേട്ടം കിട്ടാനുള്ള കാരണം BJPക്ക് നേട്ടം കിട്ടുന്ന സാഹചര്യം, അന്തരീക്ഷം നിങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. നിങ്ങൾ ഉണ്ടാക്കുന്ന വെറുപ്പിന്റെ ഗുണം BJP കൊണ്ടുപോകുന്നു. നിങ്ങൾ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് മൂലം നിങ്ങളെ പിന്തുണക്കേണ്ട ജനങ്ങളടക്കം നിങ്ങളെ വിട്ടുപോകുന്നു. നിങ്ങൾക്ക് ഇരട്ടി നഷ്ടമാണ്. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഗുണഭോക്താവാകാൻ CPMന് കഴിയുന്നില്ല. രണ്ടാമത്, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഗുണഫലം BJPയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന രണ്ട് നഷ്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം എത്തി നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കാനും ഇത് തിരുത്താനുമുള്ള വിവേകം നേതൃത്വങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴാണ് ശരിയായ തിരുത്തലാവുക. അല്ലാത്തതെല്ലാം സാഹചര്യത്തിന്റെ ഈ ഇപ്പോഴുള്ള ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രപരമായ നീക്കം മാത്രമായിട്ടേ നമുക്ക് കാണാൻ കഴിയൂ. ശരി, PK ഗോപൻ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ ഒരു വിലയിരുത്തൽ പാർട്ടി നടത്തിയതായ വാർത്തകളുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ ആറ്റിങ്ങൽ, ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ CPMന് ലഭിക്കേണ്ട വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു. അത് പ്രത്യേകമായി പാർട്ടി പഠിക്കുകയും അതേക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്തതാണ് എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിലും സാധിക്കേണ്ടതായിരുന്നു. എന്ന് മാത്രമല്ല, കൂടുതൽ ആനുകൂല്യം BJPക്ക് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് അവർ കോർപ്പറേഷൻ പിടിക്കുക വരെ ചെയ്തു. അപ്പോൾ അന്നത്തെ വിലയിരുത്തൽ ശരിയാവാത്തതാണോ ഇന്നത്തെ പ്രശ്നം? ശ്രീ അജിം ഷാ, ഇവിടെ രണ്ട് പ്രമുഖരായ സുഹൃത്തുക്കൾ പറഞ്ഞതിൻ്റെ മറുപടികൾ പറയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം അങ്ങ് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് മീഡിയ വൺ നന്നായിട്ട് പരിശോധിക്കുന്നത് നല്ലതാണ്. അവിടെ LDFന് കിട്ടിയ വോട്ട് 1,70,75,000 BJPക്ക് കിട്ടിയ വോട്ട് 1,60,65,000 UDFന് കിട്ടിയ വോട്ട് 1,25,000 20 സീറ്റിൽ BJP ജയിക്കുന്നത് 100-ൽ താഴെ വോട്ടിനാണ്. അത്രയും തന്നെ സീറ്റിൽ കോൺഗ്രസിന് 300-ൽ താഴെ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. കാര്യം വ്യക്തമാവുമല്ലോ. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ CPMന്റെ കയ്യിൽ നിന്ന് പോകണം. അത് BJPക്ക് കിട്ടിയാലും വേണ്ടില്ല എന്നിടത്തേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളത് കണക്ക് സഹിതം വ്യക്തമാണ്. അത് അങ്ങ് ഈ 100-ലധികം സീറ്റ് എടുത്തിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്തില്ലെങ്കിൽ നാളെ അത് ചെയ്താൽ മതി. അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മതി. അതായത് മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കാണണം എന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രയോഗിക്കുന്നത്. ബഹുമാന്യനായ ഷെഫീഖ് മാഷിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങളിപ്പോൾ ഒരു കോൺഗ്രസ് ബന്ധത്തിന്റെ പേരിൽ ആവേശം കൊണ്ട് നിൽക്കുകയാണല്ലോ. നിങ്ങൾ ഇതൊന്നും നോക്കുന്നത് നല്ലതാണ്. ഇനി കൊല്ലം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിപ്പോയതുകൊണ്ട് BJP ജയിച്ചു എന്നൊരാഖ്യാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയത് BJPയുടെ സഹായം കോൺഗ്രസിന് കൊടുത്തതുകൊണ്ടാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബാന്ധവം അല്ലാതെ ഒരു പാലമല്ല. അത് കണക്ക് നോക്കിയാൽ മതി. വെറുതെ അല്ല ഞാൻ പറയുന്നത്. ഞാനൊരു രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിക്കുകയല്ല. നിങ്ങൾ കണക്ക് വെച്ച് സംസാരിക്കാനാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്ത് സംഭവിച്ചത് എന്താണെന്നുള്ളത് ന്യൂമറിക്കലായിട്ട് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി. വേറെ രാഷ്ട്രീയ ആരോപണം ഒന്നും എടുക്കണ്ട. എൻ്റെതും എടുക്കണ്ട, ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരുടെ എടുക്കണ്ട. ഈ കണക്ക് നോക്കിയാൽ മതി. ഇനി കൊല്ലത്ത് പരവൂരിൽ കഴിഞ്ഞ പ്രാവശ്യം തുല്യമായിട്ടാണ് മുനിസിപ്പാലിറ്റി വന്നത്. അങ്ങനെ അത് UDFന്റെ കയ്യിൽ കിട്ടി. ആ പരവൂർ മുനിസിപ്പാലിറ്റി ചാത്തന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ വരുന്നതാണ്. അവിടെ BJP ഒരു മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെല്ലാം.
അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സഖാവിനെ തന്നെ ആ മുനിസിപ്പാലിറ്റി പിടിക്കാനായിട്ട് ചുമതലപ്പെടുത്തി അദ്ദേഹത്തെ പരസ്യമായിട്ട് മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ളത് ഞങ്ങൾ പ്രഖ്യാപിക്കാറില്ലെങ്കിൽ പോലും ആ ഉദ്ദേശത്തോടെ തന്നെ ഒരാളെ നിർത്തി. അയാൾക്ക് അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടെത്രാന്ന് അജിം ഷായ്ക്ക് അറിയാവോ? 20 വോട്ട് ഒരു മുനിസിപ്പാലിറ്റിയിൽ. BJP അവിടെ ജയിച്ചു. ഇനി കൊല്ലം ജില്ലയിലെ പുനലൂരിൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും BJPയുടെയും കോൺഗ്രസിന്റെയും തമ്മിലുള്ള ഈ ഏർപ്പാട് വെൽഫെയർ പാർട്ടി നന്നായിട്ട് പരിഗണിക്കുന്ന നല്ലതാണ്. ഇതാണ് എനിക്ക് ആദ്യഘട്ടം. രണ്ടാമത് ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറഞ്ഞ 2-3 കാര്യങ്ങൾ, അത് രാഷ്ട്രീയമായി അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം PR വർക്ക് എന്ന് പറഞ്ഞത് കനകോലുവിനെ ഉദ്ദേശിച്ചായിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ പരം ഗതികേട് വരാനുണ്ടോ? സ്വന്തം പാർട്ടിക്ക് രാഷ്ട്രീയ നയങ്ങളും തീരുമാനങ്ങളും എടുത്ത് ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശവും നിയമവും നടപടിക്രമങ്ങളും അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഏതൊക്കെ സമരം നടത്തണം, ഏതൊക്കെ മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കണം എന്നൊക്കെ ഒരു കമ്പനി എക്സിക്യൂട്ടീവ്, അഡ്വർടൈസ്മെന്റ് ഏജൻസികൾ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തെ പ്രൊപ്പഗൻഡ കൊടുക്കുന്നത് പോലെയും പ്രൊമോട്ട് ചെയ്യുന്നത് പോലെയും ഒരു രാഷ്ട്രീയ പാർട്ടി അതിന് കീഴടങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് അവർ PR വർക്കിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് വിലക്കയറ്റമാണ്. GSTയെ കുറിച്ച് അദ്ദേഹത്തിന് അറിയത്തില്ലായിരിക്കും. ഈ കേന്ദ്ര ഗവൺമെന്റ് രൂപയുടെ മൂല്യം ഇടിയുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കും. അദ്ദേഹം ഭരിക്കുന്ന കർണാടക സ്റ്റേറ്റിലെ വിലയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയത്തില്ലായിരിക്കും. കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണോ ഇത്? ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ കേരളത്തിൽ ഇടപെട്ടതുപോലെ പൊതുമേഖലയിൽ ഞങ്ങൾ ഇടപെട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവോ? ഇതുപോലെ സിവിൽ സപ്ലൈസ്, ഇതുപോലെ മാവേലി സ്റ്റോർ, ഇതുപോലെ റേഷൻ കടകൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം ഈ കഴിഞ്ഞ ഓണക്കാലത്തും പെരുന്നാളിനും ഒക്കെ ഈ കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ലേ? അപ്പോൾ അതാണോ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം? അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു വിഷയമായിട്ട് വന്നിട്ടില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. പിന്നെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നു. എൻ്റെ അനിൽ ബോസ് മാഷെ, ഇന്ത്യ രാജ്യത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ 10 സ്റ്റേറ്റ് കഴിഞ്ഞാൽ കേരളം വരുന്നുള്ളൂ. 10 സ്റ്റേറ്റ് കഴിഞ്ഞ്. പക്ഷേ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 50-60 കൊല്ലങ്ങൾക്ക് മുമ്പേ പ്രവാസി മലയാളികളുടെ വലിയ കുത്തൊഴുക്കുണ്ടായ സ്റ്റേറ്റാണ് കേരളം. പക്ഷേ ഇപ്പൊ തിരിച്ചാണ് സംഭവം. ഇപ്പൊ കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ മറ്റ് സ്റ്റേറ്റുകളെ നോക്കിയാൽ 10ാം സ്ഥാനം കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ആളുകൾ വെളിയിൽ പോകുന്നുള്ളൂ. ഇനി ബംഗാളികൾ മാത്രമല്ല സാർ ഇവിടേക്ക് വരുന്നത്. അങ്ങ് ഭരിക്കുന്ന കർണാടകത്തിൽ എത്ര പേരുടെ ജോലി ചെയ്യുന്നുണ്ടെന്നറിയാവോ? തമിഴ്നാട്ടുകാർ എത്ര ഉണ്ടെന്നറിയാവോ? ഗുജറാത്തുകാരും UPക്കാരും എത്ര ആയിരം ഉണ്ടെന്നറിയാവോ? 30 ലക്ഷത്തോളം ആളുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് അങ്ങ് ആശങ്ക പറയുമ്പോൾ ഇതുകൂടി നമ്മൾ പരിഗണിക്കണമെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ സംരംഭങ്ങളുടെ വർധന വെച്ചുകൊണ്ട് പുതിയതായിട്ട് കേരളത്തിലെ ചെറുപ്പക്കാർ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളത് കൂടി അങ്ങ് മനസ്സിലാക്കണം. ഇനി ഇവിടെ EDയുടെ നോട്ടീസിനെ കുറിച്ച് അദ്ദേഹം പറയും. ഇത്രയും പരിഹാസനാകാവോ? അദ്ദേഹത്തിന് ധാർമ്മികമായ ഈ പിന്തുണയെല്ലാം കൊടുത്ത മലയാള മനോരമ അടക്കം അത് പിൻവലിച്ചുകൊണ്ട് പോയി സാർ. കാരണം EDയുടെ നോട്ടീസ് വെച്ചിരിക്കുന്നത് 11ാം ക്ലാസ്സിൽ പിണറായി വിജയന്റെ മകൻ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് പഠിക്കാനുള്ള കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു നോട്ടീസാണ് അത്. ആ നോട്ടീസ് അയച്ച ആളുകളുമില്ല, പറ്റിയ ആളുകളുമില്ല. ഇതേ ED നോട്ടീസ് തോമസ് ഐസക്കിനെതിരായിട്ട് അയച്ച് ഹൈക്കോടതി എടുത്ത് ദൂരെ കളഞ്ഞത് എന്തിനാ അങ്ങനെ വിളിക്കുന്നത് ചോദിച്ചേ? ഈ ED നോട്ടീസും കൊണ്ടാണോ നിങ്ങൾ ഇപ്പോഴും നടക്കുന്നത്? നല്ല തമാശയായി പോയി. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ED നോട്ടീസ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ കൊടുത്ത ED നോട്ടീസിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ബഹുമാനായ ഷെഫീഖ് സാറിന്റെ ചില തീവ്രമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരാളിന്റെ പേര് പറയാം. അദ്ദേഹത്തിന് ഏറ്റവും പരിചിതനായ MN കാരശ്ശേരി മാഷ്. കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധ സൈദ്ധാന്തിക നിലപാടുള്ള ആളാണ് കാരശ്ശേരി മാഷ്. കാരശ്ശേരി മാഷ് ഈ ജമായത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രതിപാദനം കോൺഗ്രസിന്റെ വക്താവാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും കോൺഗ്രസ് ഈ അപകടം കാണിക്കാൻ പാടില്ല. ജനാധിപത്യ നിരാസനം നടത്തുന്ന മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആളുകളുമായി കോൺഗ്രസ് സഖ്യം ചെയ്യുന്നതും അവരെ അനുകൂലിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നതും താൽക്കാലികമായ വിജയമായിരിക്കും, പക്ഷെ അപകടം ചെയ്യും. അത് ശ്രദ്ധിക്കണം. LDFനോ UDFനോ വോട്ട് കിട്ടട്ടെ, BJPക്കും ഇത്തരം കക്ഷികൾക്ക് വോട്ട് കിട്ടുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം എന്ന് കോൺഗ്രസ്സുകാരനായതുകൊണ്ടായിരിക്കും. പക്ഷേ CPMുമായി ഇവർ കൂട്ടുകൂട്ടിയപ്പോൾ അന്ന് CPMനെ ഇങ്ങനെ ഉപദേശിക്കായിരുന്നത്. അതെ, CPMുമായിട്ട് അവർ ഔദ്യോഗികമായി ഒരു കൂട്ടുകൂടൽ നടത്തിയിട്ടില്ലെന്നുള്ളത് വ്യക്തമല്ലേ? CPMന് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. അവർ CPMന് വോട്ട് ചെയ്തിട്ടുണ്ട്.
അത് CPM-ഉമായിട്ട് നടത്തിയ ഒരു രാഷ്ട്രീയ ചർച്ചയല്ല. അവരുടെ ഒരു നിലപാടനുസരിച്ച് ഒരു ഘട്ടത്തിൽ BJP-ക്ക് എതിരായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ദേശീയ തലത്തിൽ അങ്ങൊന്ന് പരിശോധിച്ച് നോക്കിയേ, ഈ ബീഹാറിൽ കോൺഗ്രസ് തോറ്റമ്പിയത് എന്തുകൊണ്ടാ സാർ? ഞങ്ങളുടെ നിലപാട് കൊണ്ടാണ്. ഇതൊരു പക്ഷേ ചാനൽ ചർച്ചകളിൽ, മീഡിയകളിൽ മാത്രമല്ല, മലയാളത്തിലെ ചാനൽ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ തർക്ക വിഷയമായ ഒരു പ്രശ്നമാണ് ഈ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുമായി CPM-ന് സഖ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിന് എത്ര തെളിവ് കാണിച്ചാലും പിണറായി വിജയൻ പോലും പറയും അങ്ങനെയൊന്നുമില്ല, അവർ എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് പറയും, അങ്ങനെ ഒരു ഔദ്യോഗിക സഖ്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയും. ഞാൻ ഇപ്പോഴും റൈറ്റ് നൗ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫേസ്ബുക്ക് തുറക്കുക, എന്നിട്ട് CPM ബംഗാൾ എന്ന പേജ് എടുത്ത് നോക്കുക, അതിൽ പോയി ചുമ്മാ സ്ക്രോൾ ചെയ്താൽ ഇവരൊപ്പം നിങ്ങളിരിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോഴും കാണാം. ഇപ്പോൾ റൈറ്റ് നൗ അപ്പോഴും നിങ്ങൾ പറയണം അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അവരുമായിട്ട് സഖ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അജിംഷ, ഞാൻ പറഞ്ഞല്ലോ, വെൽഫെയർ പാർട്ടിയും ജമായത്തിലെ ഇസ്ലാമിയും പോലുള്ള ആളുകൾ, പല സംഘടനക്കാരും രാഷ്ട്രീയത്തിൽ ഇപ്പൊ അവർ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടിരുന്നവരല്ല, എന്തിന് വോട്ട് ചെയ്യാൻ പോലും ആളുകളെ വിട്ടുകൊണ്ടിരുന്നവരല്ല, കുറച്ചുകൂടി റിജിഡായ ഒരു മതനിലപാടൊക്കെ സ്വീകരിക്കുന്നവരാണ്. അങ്ങനെ ഉള്ള ഘട്ടത്തിൽ അവർ തെരഞ്ഞെടുപ്പിലേക്കോ വോട്ടിങ്ങിലേക്കോ കടന്നപ്പോൾ അവർ ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുണ്ടാകും. എന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ BJP-യെ സഹായിച്ചല്ലോ. ഇപ്പൊ ജമ്മു കാശ്മീരിലെ ജമായത്തെ ഇസ്ലാമി പറയുന്നത് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകരുതെന്നാ. അത് കാരശ്ശേരി മാഷ് നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ജമായത്തെ ഇസ്ലാമിയും BJP-യുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയത് CPM-ന്റെ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാനാണ്. അപ്പൊ അത് ചെയ്യുന്നുണ്ടാകും. അത് ഇടതുപക്ഷത്തിന് അവർ വോട്ട് ചെയ്തില്ല എന്ന് ഞങ്ങളാരും പറയത്തില്ല, അങ്ങനൊന്നും നിഷേധിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു മുന്നണി ബന്ധമാണ്. ഈ മുന്നണി ബന്ധം എന്തിനാ ഉണ്ടാക്കുന്നത്? ഇടതുപക്ഷത്തെ BJP മൃദു ഹിന്ദുത്വ ഇടതുപക്ഷം സ്വീകരിക്കുന്ന നരേറ്റീവാണ് ഇവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്ര അപകടകരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. വെള്ളാപ്പള്ളിയുടെ പ്രശ്നം ഇവിടെ പറഞ്ഞു, ശരിയാണ്, വെള്ളാപ്പള്ളി നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് പലതും അപകടകരമാണ്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ ആ സ്റ്റേറ്റ്മെന്റിനെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഞാൻ അങ്ങേക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ സമയമില്ല, ആ സ്റ്റേറ്റ്മെന്റ് കോപ്പി ഞാൻ അയച്ചു തരാം. വളരെ കൃത്യമായി വളരെ പ്രതീക്ഷയോടെ തുറന്നു നോക്കി വായിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അതിൽ വെള്ളാപ്പള്ളി എന്നൊരു വാക്ക് പോലും ഇല്ല. അല്ല, എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞ പ്രശ്നത്തെയാണ് ഞങ്ങൾ അഡ്രസ് ചെയ്തത്. ആ വ്യക്തിയല്ല പ്രശ്നം. കേരളത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് പ്രശ്നമല്ല, കാരണം ആ വ്യക്തിയെ നിങ്ങൾക്ക് വിമർശിച്ചാൽ അദ്ദേഹത്തെ നവോത്ഥാന സംരക്ഷണ സമിതിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും, അദ്ദേഹത്തെ അയ്യപ്പ സംഗമത്തിൽ ആനയിക്കാതിരിക്കേണ്ടി വരും, അദ്ദേഹത്തിന് പൊന്നാടി എണിക്കാൻ പോകേണ്ടി വരും, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ രണ്ടുപേരും മണിക്കൂറെടുത്ത് സംസാരിച്ചപ്പോൾ അങ്ങേക്ക് ഇടപെടലില്ലായിരുന്നല്ലോ. ഞാൻ അങ്ങയുടെ നിശബ്ദതയെ അഭിവാദ്യം ചെയ്യുന്നു. അങ്ങ് ചോദിച്ചു, എനിക്ക് കുഴപ്പമില്ല, സമയം തന്നാൽ മാത്രം മതി. വെള്ളാപ്പള്ളിയുടെ മകൻ എവിടാ സാർ പ്രവർത്തിക്കുന്നത്? NDA-യുടെ ഭാഗമായ ഒരു ഘടകകക്ഷിയിലാണ് പ്രവർത്തിക്കുന്നത്. വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ടുവന്ന് BJP-യുടെ കൊടുക്കണോ? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമല്ലേ അത്? BJP ഒരു ഞാൻ ഇടപെടുകയല്ല. ഈ യുക്തിയാണ് യഥാർത്ഥത്തിൽ തോമസ് ഐസക് ചോദ്യം ചെയ്യുന്നത്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ആ കാര്യം കൊണ്ടുവരികയാണ്. അതായത് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു സമുദായ സംഘടനയെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിന് NDA-യുടെ ആലയത്തിൽ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളി LDF-നോടൊപ്പം നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ മകൻ NDA-യോടൊപ്പം നിൽക്കുന്നു. അദ്ദേഹം ഒന്ന് മനസ്സ് വിചാരിച്ചാൽ ആ സമുദായ സംഘടന അപ്പാടെ, അല്ലെങ്കിൽ ആ സമുദായ അംഗങ്ങൾ അപ്പാടെ BJP-യിലേക്ക് ഒഴിച്ചു പോകും എന്ന് CPM ഭയക്കുന്നു. ഈ ഒരു നിലപാടിനെയാണ് ഐസക് ചൂണ്ടിക്കാട്ടുന്നത്, നമുക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയോ എന്ന്. അതായത് വെള്ളാപ്പള്ളി വിചാരിച്ചാൽ ആ സമുദായം, ഈഴവ സമുദായം മുഴുവൻ BJP-ക്ക് വോട്ട് ചെയ്യും എന്ന് CPM ധരിക്കുകയാണ്. അങ്ങനെ ധരിക്കേണ്ടതുണ്ടോ? അതിനുവേണ്ടി ഈ വെള്ളാപ്പള്ളിയെ ചുമക്കേണ്ടതുണ്ടോ എന്നാണ് തോമസ് ഐസക് ചോദിക്കുന്നതിന്റെ പച്ച മലയാളം. ഇനി അങ്ങ് ഇതിന്റെ മറുവശം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങൊരു പ്രമുഖനായ മാധ്യമ പ്രവർത്തകനല്ലേ? കേരളത്തിൽ BJP രാഷ്ട്രീയ കൈകാങ്ങ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നുണ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ, എനിക്ക് തോന്നുന്നു ഇന്ത്യ രാജ്യത്ത് 3 ലക്ഷം വാട്സപ്പ് ഗ്രൂപ്പുകൾ BJP പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ അതിനുവേണ്ടി ഒരു വലിയ കമ്പനി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നുണപ്രചാരണത്തിന് വേണ്ടി. കേരളത്തിലെ ഒരുപാട് കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം മുഴുവൻ ഇടതുപക്ഷം മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് വൻതോതിൽ ആളുകളെ ചോർത്തിക്കൊണ്ടുപോകാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പാലസ്തീൻ പ്രശ്നത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ, ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇസ്ലാമിക വർഗീയതയ്ക്കെതിരായിട്ട് ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ ഹിന്ദു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന നരേറ്റീവാണ് കേരളത്തിൽ കിടക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ഇത് രണ്ടും തെറ്റാണ്. ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് ഒരു മുസ്ലിം വർഗീയ പ്രീണനത്തിന്റെ ഭാഗമായിട്ടല്ല. അത് ഡോക്ടർ ലീലാവതി ടീച്ചർ പറഞ്ഞ കാര്യം മാത്രം എടുത്താൽ മതി. ഡോക്ടർ ലീലാവതി 90 വയസ്സ് കഴിഞ്ഞ ജ്ഞാനവൃദ്ധയാണ്. ഒരു പക്ഷേ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിത.
അങ്ങനെ ഒരു സ്ത്രീ, ഒരു മെലിഞ്ഞുണങ്ങി ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന അപാരമായ വിജ്ഞാനത്തിൻ്റെ ഉടമയായ ആ മഹദി ഒരു ദിവസം പറയുകയാണ്, എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളി ഞാൻ കേൾക്കുകയാണ്. അവർ ഒരു പൊളിറ്റിക്സും പറഞ്ഞില്ല, അവരിത് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു പാർട്ടി പൊളിറ്റിക്സും അവരുടെ വാചകത്തിൽ വന്നില്ല, അവരിത് മാത്രമേ പറഞ്ഞുള്ളൂ. ആ ലീലാവതി ടീച്ചറെ കേരളത്തിലെ ഹിന്ദു വർഗീയ ഗ്രൂപ്പുകൾ ആക്രമിച്ച ആക്രമണം നിങ്ങൾ കാണേണ്ടതല്ലേ കേരളത്തിൽ? അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒരു തരത്തിലും ശരിയായ നിലപാടെടുക്കുന്നവരെ കേരളത്തിൽ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യാവോ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷെഫീഖ് സാർ പറഞ്ഞു ഞങ്ങൾ വികസനം പറഞ്ഞില്ലെന്ന്. സാർ എന്താ ഈ പറയുന്നേ? പക്ഷേ എത്ര പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? ഈ തെരഞ്ഞെടുപ്പിൽ മീറ്റ് ദ പ്രസിൽ അദ്ദേഹം ആദ്യം ഒരു 4-5 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മീറ്റ് ദി പ്രസ് നടത്തിയല്ലോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. പത്രക്കാർക്ക് എല്ലാ ചോദ്യങ്ങളും ചോദിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം സമീപിച്ചപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് അദ്ദേഹം കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് പറയുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് മുഴുവൻ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് പറയുന്നത്. ആ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ധർമ്മസങ്കടം എന്താണെന്നുള്ളത് പി കെ ഗോപൻ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പരിഹാരം നിർദ്ദേശിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിയണമെന്നില്ല. ഒരുപക്ഷെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിക്കുമായിരിക്കും. ശ്രീ അനിൽ ബോസ്, ഇവിടെ CPM ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഫലസ്തീൻ പ്രശ്നം ഉന്നയിച്ചാൽ BJP അവരെ ആക്രമിക്കുന്നു, നിങ്ങൾ മുസ്ലിം പ്രകടനം നടത്തുന്നു, നിങ്ങൾ മുസ്ലിം തീവ്രവാദികൾക്കൊപ്പമാണെന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കുന്നു. അതേസമയം തന്നെ മുസ്ലിം തീവ്രവാദികളെന്ന് അവർ കരുതുന്ന ആൾക്കാരെ അവർ വിമർശിച്ചാൽ അവർക്ക് മേൽ ഇടതു ഹിന്ദുത്വ ചാപ്പ കുത്തുന്നു. ഇങ്ങനൊരു ധർമ്മസങ്കടത്തിലാണ് CPM ഉള്ളത്. അവരെന്ത് ചെയ്യും? അവരുടെ ധർമ്മസങ്കടം പരിഹരിക്കൽ എൻ്റെ പണിയല്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നാൽ വളരെ കൃത്യമായി നമുക്ക് ഓരോ ജനകീയ പ്രശ്നങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനും ബോധ്യപ്പെടാനും കഴിയും. വർഗീയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ എത്രത്തോളം വിത്തുപാകാൻ കഴിയും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. സ്വതന്ത്രനായി നിന്ന് PC ജോർജിൻ്റെ മകൻ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച സ്ഥലമാണ് പൂഞ്ഞാറ്. അറിയാമല്ലോ. ഇത്തവണ താമര ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് 3-ാം സ്ഥാനത്താണ് പോയി കിടന്നത്. സ്വതന്ത്രനായി നിന്ന് ജയിച്ച കേരളത്തിലെ ഒരു MLAയുടെ മകൻ്റെ അവസ്ഥയാണ് BJP ചേർന്നതിന് ശേഷം ഉള്ളത്. അദ്ദേഹം ഇവിടെ പറഞ്ഞു കോൺഗ്രസിൻ്റെ വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറഞ്ഞു എന്ന്. CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി മണ്ണാർക്കാട് മത്സരിച്ചിട്ട് കിട്ടിയത് ഓരോ വോട്ടാണ്. അവിടെ തൊട്ടടുത്ത് ജയിച്ച സ്ഥാനാർത്ഥി CPMൻ്റെ സ്ഥാനാർത്ഥി പോയത് BJPയുടെ ജയിച്ച സ്ഥാനാർത്ഥിയോടൊപ്പം ആഹ്ലാദം പങ്കിടാനാണ്. നിങ്ങളുടെ കയ്യിൽ ഫയലുകൾ ഉണ്ടാകുമല്ലോ, നിങ്ങൾ പരിശോധിക്കുക. അതാണ് എങ്ങനെയാണ് CPMൻ്റെ ജയിക്കുന്നൊരു സ്ഥാനാർത്ഥിക്ക് BJPയുടെ ജയിച്ച സ്ഥാനാർത്ഥിയോടൊപ്പം ആഹ്ലാദം പങ്കിടാൻ കഴിയുന്നത്, ആഘോഷം പങ്കിടാൻ കഴിയുന്നത്, അതിൽ പങ്കാളിയാകാൻ കഴിയുന്നത് എങ്ങനെയാണ് CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഓരോ വോട്ട് മാത്രമായി പോകുന്നത്? അയാളുടെ പേര് നിർദ്ദേശിച്ച ഒരാൾ വോട്ട് ചെയ്യണ്ടേ? പിന്നെ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ വോട്ടെല്ലാം പോയി BJPക്ക് പോയതുകൊണ്ടാണ് ജയിച്ചത്. ഞാൻ കഴക്കൂട്ടത്തെ MLA ആരാ? CPMൻ്റെ MLA അല്ലേ? വട്ടിയൂർക്കാവിൽ MLA ആരാ? CPMൻ്റെ MLA അല്ലേ? നേമത്ത് MLA CPMൻ്റെതല്ലേ? ഇതെല്ലാം ഈ ഗവൺമെൻറ് ഭാഗമല്ലേ? നിങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ MLAമാരായ ആളുകൾക്ക് അവരുടെ ഏരിയയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? CPM പ്രതിനിധി പറയട്ടെ. നിങ്ങൾ വലിയ വിപ്ലവാത്മകമായി കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിച്ചല്ലോ. നിങ്ങൾ നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഏറ്റവും വർഗീയ ശക്തികൾക്കെതിരായി കൃത്യമായ പോരാട്ടം നടത്തണം. അതിനൊരു പൊതുബോധം വേണം. ആ പൊതുബോധത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ഇന്ത്യ സഖ്യമെന്ന ബാനറിൽ CPM അടക്കം കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത്. എന്തേ നിങ്ങളെ സംശയിക്കാൻ കാരണം എന്താ? BJPക്കെതിരായി കേന്ദ്രത്തിൽ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും മുഖ്യമന്ത്രിമാരും സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ സമരം ചെയ്യാത്തത്? ഏത് വിഷയത്തിലാണ് പരസ്യമായി കേന്ദ്ര സർക്കാരിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ മതനിരപേക്ഷ കക്ഷികളും രംഗത്ത് വരുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി പോലും രംഗത്ത് വരുമ്പോൾ എവിടെയാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചാരണം കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് നടക്കുമ്പോൾ അല്ലല്ല, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു. ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇടപെടേണ്ട പല സന്ദർഭങ്ങളും ഞാൻ എപ്പോഴും ഇടപെട്ടില്ല. വോട്ട് ചോരി അടക്കമുള്ള വിശാലമായ വോട്ട് ചോരി അടക്കമുള്ള വിശാലം ഇല്ലല്ല, ഞാൻ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ അനുവാദമൊക്കെ മേടിച്ചു. വോട്ട് ചോരി അടക്കമുള്ള വിശാലമായ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ഇദ്ദേഹം എവിടെയായിരുന്നു? വിദേശത്ത് സുഖവാസത്തിന് അല്ലേ? എന്തുകൊണ്ട് പോയില്ല കേരളത്തിലെ മുഖ്യമന്ത്രി? ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് നാം അനങ്ങാത്തത്? അപ്പോൾ നിങ്ങളെ സംശയിക്കാതിരിക്കേണ്ട കാരണം എന്താ?
നിങ്ങളുടെ സംശയിക്കും. ഞങ്ങളുടെ വിജയത്തിൻ്റെ മാറ്റം നിങ്ങൾക്കറിയാമോ? 2010 വിജയം കഴിഞ്ഞ് നിങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുക. 2011 140 അസംബ്ലി സീറ്റിൽ ഞങ്ങൾക്ക് 2 സീറ്റ് മാത്രമേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ കൂടിയുള്ളൂ. ഞങ്ങൾ പിടിച്ചു നിന്നില്ലേ? ഞങ്ങൾ പിന്നീട് തുടർച്ചയായി 2 വട്ടം ഭരിച്ചില്ലേ? കുറേ കഥകൾ കൂടെ പറഞ്ഞല്ലോ. അന്നത്തെ മുന്നണിയും ഇന്നത്തെ മുന്നണിയും തമ്മിലുള്ള അന്തരം നിങ്ങൾക്കറിയാമോ? അന്നത്തെ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് മാണി ഉണ്ടായിരുന്ന മുന്നണിയാണ്. ശ്രീമതി ഗൗരിയമ്മ ഉണ്ടായിരുന്ന മുന്നണിയാണ്. ശക്തനായ ശ്രീ എം വി രാഘവൻ ഉണ്ടായിരുന്ന എം വി രാഘവൻ്റെ പാർട്ടി അതിശക്തമായി പിളർക്കാവുന്ന മുന്നണിയാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ ജനതാദൾ അടക്കം ഞങ്ങളോടൊപ്പം വന്ന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതാണോ ഇന്നത്തെ സാഹചര്യം? ഇന്ന് ആ കേരള കോൺഗ്രസ് മാണി നിങ്ങളുടെ കൂടെയാണ്. ഗൗരിയമ്മയുടെ അവശേഷിച്ച രൂപങ്ങൾ മുഴുവൻ നിങ്ങളുടെ കൂടെ കൂടി. ഇങ്ങനെ പല പാർട്ടികളും ഞങ്ങളുടെ മുന്നണിയിൽ നിന്നവരെല്ലാം നിങ്ങളുടെ മുന്നണിയിൽ കൂടി. നിങ്ങൾ വിപുലീകരിച്ചു നിങ്ങളുടെ മുന്നണി. നിങ്ങളുടെ കൂടെ കൂടി ആളുകളുടെ എല്ലാ ശക്തി ഉണ്ടായി. അതിനെ അതിജീവിച്ചാണ് ഞങ്ങളുടെ ഈ വിജയം. അതുകൊണ്ട് 2010 നിങ്ങൾക്ക് നേട്ടം ഉണ്ടായിട്ടും അതിനേക്കാൾ വലിയ നേട്ടം പിന്നീട് ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ 10 വർഷം കേരളം ഭരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഹുങ്ക് കാണിക്കണ്ട. ഞങ്ങൾ ഇവരെല്ലാം പോയിട്ടും ഇപ്പോൾ നേടിയിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു കാര്യം കൂടി അജിംസ് അറിഞ്ഞിരിക്കണം. കോൺഗ്രസ് പാർട്ടി കേഡർ പാർട്ടിയൊന്നുമല്ല. ഞങ്ങളിൽ ഒട്ടനവധി അഭിപ്രായങ്ങളുണ്ട്. വിയോജിപ്പുകൾ പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും പറയുന്നവരാണ്. അത് ഞങ്ങളാരും തൂക്കിക്കൊല്ലത്തൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അറിയണം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തല്ല ജോലി ചെയ്തത്. കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഇത്രയും മുന്നൊരുക്കം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പില്ല. ശരിയാണ്. മാസങ്ങൾക്ക് മുമ്പ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഷൻ 2025 നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരിയാണ്. എനിക്ക് സമയം കുറവായതുകൊണ്ടാണ് ഞാൻ അല്ലല്ല ഒരു സെക്കൻഡ്. നിങ്ങൾ ഒരുപാട് അല്ലല്ല അജിംസ ശരിയല്ല. 2 മിനിറ്റ് 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ്. അത് ശരിയല്ല. ഞങ്ങൾ ഭവന സന്ദർശനം നടത്തുന്നതും കുടുംബ സംഗമം നടത്തുന്നതും വീട് വീടാന്തരം കയറി ആളുകളോട് അവരുടെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കി ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. ആ മുന്നൊരുക്കത്തിൻ്റെ വിജയമുണ്ട്. ഞങ്ങളല്ലാതെ ഞങ്ങൾ പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്തത് എന്ന് പറയാൻ ഇവർക്ക് നാണമില്ലേ? വന്നിരുന്ന് പറയാൻ ഇവർക്ക് നാണമില്ലേ? എടാ 9.5 വർഷം എല്ലാ കാലത്തും കിറ്റ് കൊടുത്ത് കളിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പെൻഷൻ കൊടുത്ത് കളിപ്പിക്കാമെന്ന് വിചാരിച്ചോ? പെൻഷൻ പ്രഖ്യാപനം നടത്തി കബളിപ്പിക്കാമെന്ന് വിചാരിച്ചോ? ഞങ്ങളെവിടെയാണ് വീട് കൊടുക്കുന്നതിനെതിരായി നിലപാടെടുത്തിട്ടുള്ളത്? ഇന്ദിരാഗാന്ധി ആവാസ് യോജന അടക്കമുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ ഇന്ന് ഓരോ വീട്ടിലെയും ആളുകൾ പ്രതിവർഷം 100 തൊഴിൽ ദിനങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 369 രൂപ എണ്ണി വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിശാലമായ വീക്ഷണത്തിന്റെ ഫലമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം പാവപ്പെട്ട ആളുകൾക്ക് മഞ്ഞ കാർഡുകാരുണ്ട്. റേഷൻ കടകളിലെ 4 കാർഡുകളിൽ ഒന്ന് മഞ്ഞ കാർഡാണ്. ആ കാർഡുകളിലുള്ള ആളുകൾക്ക് പ്രതിമാസം 35 കിലോ അരി സൗജന്യമായി കിട്ടുന്നുണ്ടെങ്കിൽ ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാരാണ്. അങ്ങനെ ഒരുപാട് നന്മ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഞങ്ങൾക്കെതിരെ പെണ്ണുകേസും പറഞ്ഞ് ആക്ഷേപങ്ങളും പറഞ്ഞ് ഇല്ലാത്ത കഥകൾ ചമച്ച് തുണ്ട് കഥകളുമായി നടക്കുകയില്ലായിരുന്നോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പണി? ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു ധർമ്മസംഘടന അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ. ഒരു വശത്ത് കൂടെ നിൽക്കുന്ന തീവ്രവാദികളായി കാണുന്നു, അവർ മതരാഷ്ട്രീയത്തിന്റെ ആൾക്കാരായി കാണുന്നു, സാമുദായിക രാഷ്ട്രീയത്തിന്റെ ആൾക്കാരായി കാണുന്നു. അവരെ വിമർശിക്കുമ്പോൾ അവരെ ഹിന്ദുത്വ എന്ന നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അവരെ വിമർശിക്കുന്നു. മറുവശത്ത് അവർ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന സംഘപരിവാർ വ്യാപകമായി പ്രചാരണം നടത്തുന്നു. രണ്ടിനിടയിൽ പെടുന്ന CPM പിന്നെ എന്ത് ചെയ്യും? അവർ ആ ഒരു ആശയക്കുഴപ്പത്തിലാണെന്ന് തോന്നുന്നു ഗോപന്റെ വാക്കുകളിൽ. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. നിങ്ങൾ പുറത്താക്കിയോ? ഷഫീഖ് പത്മകുമാർ എന്ന് പറയുന്ന നിങ്ങളുടെ മുൻ MLA CPM ജില്ലാ ശ്രീ കെ ഷഫീഖ്, CPM ചെന്നുപെട്ടിരിക്കുന്ന ഒരു ധർമ്മസങ്കടം PK ഗോപന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായല്ലോ. അവരെന്ത് ചെയ്യും പിന്നെ? അല്ല, ഇത് CPMന്റെ ധർമ്മസങ്കടം എന്ന് പറയുന്നത് ശരിയല്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് CPM അവരുടെ അണികളിൽ അവരുടെ വോട്ടിൽ സംഭവിക്കുന്ന ചോർച്ച, അത് ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ സംഘപരിവാർ രൂപപ്പെടുമ്പോൾ ഒരു ഘട്ടത്തിൽ അവർ സമാഹരിച്ച വോട്ട് UDFനെ പിന്തുണക്കുന്ന വിഭാഗങ്ങളിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നാണ് ആ വോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വോട്ട് ചോർച്ചയെ രാഷ്ട്രീയമായി അഭിമുഖീകരിക്കണം. അതിന് രാഷ്ട്രീയം പറയണം. ആ രാഷ്ട്രീയം പറയാനുള്ള ഒരു പ്രത്യശാസ്ത്രപരമായ ഒരു സത്യസന്ധത
CPM സ്വീകരിക്കുന്നില്ല. ഇതൊരു നിവർത്തികേടാണോ? എന്താ CPM എന്തെല്ലാം സംഗതികൾ തിരുത്തിയിട്ടുള്ള പാർട്ടിയാണ്? അത് ഒരു വഴിയായി സ്വീകരിക്കുകയാണ്. ഇന്ത്യയിൽ സംഘപരിവാർ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിന്റെ ഉള്ളിൽ ഇനി ഇതാണ് രാഷ്ട്രീയ വഴി എന്നവർ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ടല്ലേ ബഹുമാന്യനായ പിണറായി വിജയൻ, കേരളത്തിൽ ദീർഘകാല രാഷ്ട്രീയ അനുഭവമുള്ള ഒരു മനുഷ്യൻ, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 1-ാം ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ ഇവിടെ ഗോപൻ പറഞ്ഞ വികസനമൊന്നുമല്ല മുഖ്യമന്ത്രി പറഞ്ഞത്, അതെവിടെയോ ഒരു പൊട്ടിനും പൊടിക്കും പറഞ്ഞിട്ടുണ്ടാകും. ബഹുഭൂരിപക്ഷം സമയം പൊതുയോഗങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് കേരളം വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. എന്തെല്ലാം ഈ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ. ഒട്ടും ജനപിന്തുണയില്ലാത്ത സംഘടനകളാണിവർ. എന്നാ പിന്നെ അവരെ മൈൻഡ് ചെയ്യണ്ടല്ലോ. പിന്നെ പറയുന്നു അവരാണ് തെരഞ്ഞെടുപ്പിനെ ആകെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ഗോപനും ഒട്ടും ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ശരിയായ കാര്യങ്ങൾ സമീപിക്കുന്നതിന് പകരം നിങ്ങൾ വഴിതെറ്റി പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പറഞ്ഞു ഞങ്ങൾ തിരുത്തി, അപ്പൊ തന്നെ അജിംസ് ഇടപെട്ടു, വെള്ളാപ്പള്ളി നടേശനെ തിരുത്തി എന്ന് പറഞ്ഞു. ജൂലൈ 20-ാം തീയതിയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കേരളത്തിൽ മുസ്ലിം തീവ്രവാദികൾ കേരളം പിടിക്കാൻ പോകുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിൽ അവർ ക്ലെയിം ഉന്നയിക്കാൻ പോവുകയാണ്, ഇത് അപകടകരമാണ്, എല്ലാവരും ജാഗ്രത പാലിക്കണം. ഇത് പറഞ്ഞാൽ CPM എന്താ പറയേണ്ടത്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റാണ്, ഇങ്ങനെ അപകടകരമായ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നടത്തരുത്, അതിനു പകരം പൊന്തേ തല്ലുക എന്നൊരു പ്രയോഗമുണ്ട് നാട്ടിൽ, അത് നടത്തുക, വിദ്വേഷം പ്രചരിപ്പിക്കരുത്, ഉത്തരവാദപ്പെട്ടവർ ഗൗരവത്തോടെ സംസാരിക്കണം. എന്താ വെള്ളാപ്പള്ളി നടേശൻ എന്ന് എഴുതാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് AKG സെന്ററിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്താണ് വെള്ളാപ്പള്ളി നടേശന് ഭയമുണ്ടോ? കാര്യം ഇദ്ദേഹം കേരള തൊഗാഡിയാണ് എന്ന് മുഖത്ത് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ആ ആൾക്ക് എന്താണ് ഇത് പറയാൻ പറ്റാത്തത്? അപ്പോൾ അവരൊരു ബോധപൂർവമായി വഴി സ്വീകരിക്കുന്നു. പിറ്റേ ദിവസം അജിംസ് ശ്രദ്ധിക്കൂ, വാസവൻ മന്ത്രി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുന്നു. ഈ സെക്രട്ടേറിയറ്റ് പ്രസ്താവന വന്നതിന്റെ പിറ്റേ ദിവസം വാസവൻ മന്ത്രി പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ്. കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന യോഗത്തെ കുത്തിക്കെട്ടി നല്ല പുസ്തകം ആക്കി 30 വർഷമായി തുടരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അല്ലേ മന്ത്രി വാസവൻ? അദ്ദേഹം എങ്ങനെയാ സെക്രട്ടേറിയറ്റ് പ്രമേയത്തിൽ വിരുദ്ധമായി സംസാരിക്കുമോ? സംസാരിച്ചാൽ CPMന്റെ ലൈൻ എന്താ? വാസവനെ തിരുത്തും. തിരുത്തിയില്ലെന്ന് മാത്രമല്ല, ഈ നവംബർ 22-ാം തീയതി മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ A വിജയരാഘവൻ അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളി കേരളത്തിലെ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്, അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിനെതിരായ പ്രവർത്തനങ്ങളോ സംസാരമോ ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. ഇതിൽ നിന്ന് എന്താ നൽകേണ്ടത്? എന്താ മെസ്സേജ്? നിങ്ങൾ അറിയൂ, മലപ്പുറത്ത് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. മലപ്പുറത്തിന്റെ റിസൾട്ട് നിങ്ങൾ നോക്കൂ. ഇവിടെ ജാതി മതമൊന്നും ഇല്ലാതെ തന്നെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ മനുഷ്യരും ഈ ജില്ലയെ അപമാനിച്ചവർക്ക് സ്റ്റേറ്റ് നമ്പർ കാറിൽ നമ്പർ 1 കാറിൽ കയറി മുഖ്യമന്ത്രി കരം പിടിച്ച് കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ ഗോപ സഹിക്കാൻ പറ്റുമോ? ഈ ഇത്തരം രീതികൾ സഹിക്കാൻ പറ്റുമോ? അതിൽ ഒരു മതവുമില്ല. ഇവിടെ മതനിരപേക്ഷമായിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ഈ തിരിച്ചറിവ്, ഈ പാഠം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ വലിയ നഷ്ടത്തിലേക്ക് ബംഗാൾ, ത്രിപുര എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവിടേക്കല്ല, മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകും. ഇനിയും നിങ്ങൾ തിരുത്തണം. ഗോപൻ, അല്ല, ഇതില് പിന്നെ അനിൽ ബോസ് പറഞ്ഞ ഒരു 1-2 കാര്യങ്ങൾ പ്രതികരിക്കണം. പെട്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള സമരം, അതിൽ കോൺഗ്രസിന്റെ സമരമില്ല. പാർലമെന്റിനകത്ത് കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമായി പാർലമെന്റ് മെമ്പർമാർ ഉന്നയിക്കുന്നുള്ളത് അനിൽ ബോസിന് അറിയാവോ? ഇന്നും അവർ ഉന്നയിച്ച പ്രശ്നം എന്താ? കേരളത്തിലെ ശബരിമല പ്രശ്നമാണ്. നരേന്ദ്രമോദിക്കെതിരായിട്ട് അവിടെ ഒരു സമരവുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP സർക്കാരിനെതിരെ അല്ല, അങ്ങനെ ഇടപെടാൻ പറ്റില്ല. ശക്തമായിട്ട് അല്ല, ഇത് ശരിയായ ഒരു ഏർപ്പാടല്ല. ഞാൻ ഇടപെട്ടപ്പോ അങ്ങ് ശക്തമായി ഇടപെട്ട്. അജിംഷാ, എനിക്ക് സമയം തരണം. മുഖ്യമന്ത്രി പാർലമെന്റിന് മുമ്പിൽ ചെന്ന് കേരളത്തിലെ മുഴുവൻ MLA-മാരെയും കൂടി, ഇതെന്തൊരു ഏർപ്പാടായത്? അങ്ങ് എന്താ പറഞ്ഞ? ഞാൻ ഇടപെട്ടപ്പോ എന്താ പറഞ്ഞേ? അപ്പോ നരേന്ദ്രമോദിക്കെതിരായിട്ട് ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ പോയി MLA-മാരെയാണ് നിരത്തിക്കൊണ്ട് സമരം നടത്തിയപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാത്തവരാണ് കേരളത്തിലെ UDF MP-മാർ. ശരി. അല്ല, ആ സമരത്തിൽ പങ്കെടുക്കാത്തവരാണ് UDF MP. 404 പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനുണ്ടായിരുന്നു. എവിടെ പോയി സാർ ഇതെല്ലാം? നിങ്ങൾ കാണിച്ചിട്ടുള്ള മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് തകർന്നടിഞ്ഞത്.
Yes, നിങ്ങൾ എന്താ yes. പഠിക്കാത്തത്? ഇനി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വെൽഫെയർ പാർട്ടി പറയുന്ന രാഷ്ട്രീയം ഉപദേശം ഞങ്ങൾ കേട്ടാൽ ഞങ്ങൾ മതേതര പാർട്ടി ആവുമോ സാർ? വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാർ കയറിയത് ശബരിമല സംഗമത്തിൽ പങ്കെടുക്കാൻ അവർ തമ്മിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് ഒരേ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോയതാ. അല്ലാതെ വെള്ളാപ്പള്ളി നടേശന്റെ ഇസ്ലാം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ സപ്പോർട്ടായിട്ട് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കരുത്. സെക്രട്ടേറിയറ്റിന്റെ വെർബാറ്റിയം എടുത്തിട്ടാണ് കെ ഷഫി പറഞ്ഞത്. അദ്ദേഹത്തിന് പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, പേര് പോലും പരാമർശിച്ചില്ല. പിറ്റേ ദിവസം മന്ത്രി വാസവൻ അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തു. ഒരു സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയെ സെക്രട്ടേറിയറ്റ് നടേശൻ. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എല്ലാ രാഷ്ട്രീയ കാര്യങ്ങൾക്കോ സാമൂഹ്യ പ്രശ്നങ്ങളുടെയോ ഉത്തരവാദിത്വം CPM ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതിനെ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പോരുത്. ഏറ്റെടുക്കേണ്ടതില്ല. പക്ഷേ കാറിൽ കയറ്റുമ്പോൾ നവോത്ഥാന സമിതി അധ്യക്ഷനാകുമ്പോൾ അതിന് മറുപടി പറയാൻ സർക്കാർ CPM തയ്യാറാവണം എന്നുള്ളതാണ്. ഇത് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി പറയിപ്പിക്കണമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പോലെ ചൂണ്ടിക്കാട്ടുന്നത്. വളരെ നന്ദി ശ്രീ അനിൽ ബോസ്, ശ്രീ കെ ഷഫീഖ്, ശ്രീ VK ഗോപൻ ഇത്രയും സംസാരിച്ചതിന് ഇടവേള.